ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ബേൽത്ശസ്സർ എന്നും പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് അവനോട്, ബേൽത്ശസ്സരേ, സ്വപ്നവും അതിൻ്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. ബേൽത്ശസ്സർ ഉത്തരം പറഞ്ഞത്, യജമാനനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിൻ്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്ന് ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടമുണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളവിൻ, എങ്കിലും അതിൻ്റെ തായ്വേർ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവൻ 7 കാലം കഴിയുന്നതുവരെ അവൻ്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. രാജാവേ, അതിൻ്റെ അർത്ഥം ഇതാകുന്നു: എൻ്റെ യജമാനനായ രാജാവിൻ്റെ മേൽ വരുന്ന അത്യുന്നതനായവൻ്റെ വിധി ഇതുതന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ലു തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. വൃക്ഷത്തിൻ്റെ തായ്വേർ വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രേ. ആകയാൽ രാജാവേ, എൻ്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു. രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും
അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. അവൻ സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്തു തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ.